ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെനിക്കുള്ളൊരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജിമെയിലിൽ സ്റ്റോറേജ് ഫുള്ളാവുന്നെന്ന് പറഞ്ഞ് കുറച്ച് നാളായിട്ടിപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു സൊല്യൂഷനാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജിമെയിൽ വഴി ക്രിയേറ്റഡ് ആണ് യൂട്യൂബ് അക്കൗണ്ടെല്ലാം നമ്മൾ ആ ജിമെയിൽ ഐ ഡി തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജിമെയിൽ ഐ ഡി തുറക്കുമ്പോൾ തന്നെ മുകളിൽ എഴുതി കാണിക്കും. അപ്പോൾ നമ്മളതിൽ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് പേയ്മെൻറ്റ് കാർഡെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും പേയ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പേയ്മെൻറ്റ് ഒരു മാസത്തേക്ക് ഇത്ര അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ ആ സ്റ്റോറേജ് എങ്ങനെ എടുത്ത് മാറ്റിക്കളയാം, എന്നിട്ട് പുതിയത് നമുക്ക് അപ്ഡേഷൻ ചെയ്ത് പോരാം. ഓക്കെ, നോർമലായിട്ട് തന്നെ പോരാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. മൊബൈലിലും ആൻഡ്രോയിഡിലും ഇത് തന്നെ സെയിം ടൈപ്പ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ സെറ്റിങ് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇത് നോക്കാം. കാരണം നമ്മൾ യൂട്യൂബിൽ ഒത്തിരി നോട്ടിഫിക്കേഷന് നമുക്ക് ജിമെയിലിൽ കൂടി വരുന്നുണ്ട്. സ്ട്രൈക്ക് കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം ജിമെയിൽ വഴിയാണ്. അപ്പോൾ നമ്മൾ ജിമെയിൽ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ ചിലപ്പോൾ മെയിൽ കാണണമെന്നില്ല. അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പഴയതുപോലെ ആക്കിയെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിലെ നമ്മൾ ഫോട്ടോ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ് അടിക്കുക. ഇത് കമ്പ്യൂട്ടറിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മൊബൈലാണെങ്കിലും ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ ഇതടിച്ച് എൻ്റർ അടിക്കുക. ഓക്കെ, എൻ്റർ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് സൈനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫോട്ടോസാണ്, നമ്മുടെ ഗൂഗിളിൽ ജിമെയിലിൽ കിടക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇവിടെ താഴെ വരും. ഇവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇതിറങ്ങി വരും, ഒരു ഫയല്. അതിൻ്റെ അകത്ത് കൺവേർട്ട് എക്സ്റ്റൻഷൻ ഫോട്ടോ ആൻഡ് വീഡിയോ സ്റ്റോറേജ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ താഴോട്ടൊരു ഓപ്ഷൻ വരും. ഇത് ഓൾറെഡി ഞാനിപ്പം റിക്കവർ ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക, സീമോറി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് കൊടുത്തിട്ട് ഇവിടെ കംപ്രസ് ഫോട്ടോസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ കിടക്കുന്നതെല്ലാം അങ്ങ് മാറിപ്പോകും. സ്റ്റോറേജ് ഫുള്ളിൽ കിടക്കുന്ന സംഭവങ്ങളെല്ലാം മാറിപ്പോയിട്ട് നമ്മൾ ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇമെയിൽ ഐ ഡി ഒന്നുകൂടെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ തന്നെ നമ്മളാണ്ട് ഇൻബോക്സിൻ്റെ അവിടെ കറക്റ്റായിട്ട് തന്നെ നടക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞ് ഓഫർ എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ കാണും. ഇപ്പോൾ ഏതാണ്ട് അതെല്ലാം നോർമലായി. ഓക്കെ, അപ്പം എല്ലാവരും അത് റീസ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട, മൊബൈൽ മാറ്റുകയോ ഒന്നും വേണ്ട, ഉള്ള ഫോട്ടോസൊന്നും ഡിലീറ്റ് ആക്കുകയും വേണ്ട. ഓക്കെ, ഈ ഒരു ഓപ്ഷന് എല്ലാവരും ഇത് ചെയ്യുക. എല്ലാവർക്കും പ്രയോജനപ്പെടും. ഓക്കെ, അപ്പം നമ്മൾ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇപ്പം ഗൂഗിളിലെല്ലാം ഇപ്പോൾ സ്റ്റോറേജ് ഫുള്ളാണെന്ന് പറഞ്ഞ് ഇവിടെ റെഡ് കളറിൽ ഇവിടെ ഇത് വന്ന് കിടക്കും. ഈ മുകളിൽ തന്നെ ടോപ്പിൽ തന്നെ റെഡ് കളറിൽ വന്ന് ഓഫറും കിടക്കും, ഡിസ്മിസ് കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഫർ അടിക്കുകയോ പൈസ പേയ്മെൻറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട. ഓക്കെ, അതിനുള്ള ഓപ്ഷനാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ആദ്യം മുതൽ പറയാം. ഓക്കെ, ഫോട്ടോ ഗൂഗിൾ ക്രോം എന്ന് അടിക്കുക. ഇവിടെ സൈനിങ് ക്ലിക്ക് ചെയ്യുക. സൈനിങ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റോറേജ് ഉണ്ട് താഴെ. ഓക്കെ, സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ കൺവേർട്ട് എക്സ്റ്റൻഷൻ ഫോട്ടോ എന്ന് പറഞ്ഞുണ്ട്. ഇതിൽ സീമോർ ക്ലിക്ക് ചെയ്യുക. സീമോർ ക്ലിക്ക് ചെയ്യുമ്പം റിക്കവർ സ്റ്റോറേജ് എന്ന് പറഞ്ഞു വരും. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക, ഇവിടെ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഉള്ള ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ആയി പോവും. ആ കിടക്കുന്ന സ്റ്റോറേജിൽ കിടക്കുന്ന അതെല്ലാം ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പം ഒരു അപ്ഡേഷൻ എൻ്റെ അത് വരും. 97% ഫുള്ള് സ്റ്റോറേജ് പോയി കഴിഞ്ഞു. ഓക്കെ, ഓൾമോസ്റ്റ് സ്റ്റോറേജ് ഫുൾ കഴിഞ്ഞു. ഓക്കെ, അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ സ്റ്റോറേജ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ് എടുക്കുക. ഓക്കെ, താങ്ക് യു.